കേരളത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് EMCC എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി സർക്കാർ കരാറുണ്ടാക്കിയത് വലിയ തോതിൽ വിവാദമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ആ കരാർ റദ്ദാക്കിയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ കേരള സ്റ്റേറ്റ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ MOU ആണ് അവർ ആഴക്കടൽ യാനങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ MOU ആണ് റദ്ദാക്കിയത് എന്നാണ് അറിയുന്നത്. എന്നാൽ അവർക്ക് 4 ഏക്കർ സ്ഥലം പള്ളിപ്പുറത്ത് KSIDC നൽകിയത് അത് റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് കേൾക്കുന്നു. എന്തായാലും ഈ EMCC എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരികയും പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് രേഖകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് നാണം കെട്ട് കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി ഈ സർക്കാരിന് ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, എത്രയോ സംഭവങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ബ്രുവറി അനുവദിച്ചുമായി ബന്ധപ്പെട്ട വിഷയം വന്നു, അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. സ്പ്രിംഗ്ലർ അഴിമതി ഇടപാട് വന്നു, അവസാനം അതിൽ നിന്ന് തന്നെ തലയൂരി പോകേണ്ടി വന്നു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻ്റ് വന്നു, ആ കൺസൾട്ടൻ്റെ കരാർ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ EMCC എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ നിർമ്മിക്കുന്നതിന് കൊടുത്ത അതിന് കേരള സ്റ്റേറ്റ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറ് റദ്ദാക്കി ഈ സർക്കാരിന് ഓടേണ്ടി വന്നു, നാണം കെട്ട് ഓടേണ്ടി വന്നു. ഇവിടെ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സർക്കാർ ഈ കരാറുണ്ടാക്കിയ കമ്പനി ഉണ്ടല്ലോ, EMCC എന്ന് പറയുന്ന കമ്പനി, EMCC ഗ്ലോബൽ കൺസോർഷ്യവുമുണ്ട്, EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമുണ്ട്. അവരുമായിട്ടാണല്ലോ സംസ്ഥാന സർക്കാർ ഈ 5300 ചില്ലാനും കോടി രൂപയുടെ കരാറ് ഒപ്പിട്ടിട്ട് നമ്മുടെ ആഴക്കടൽ മേഖല മുഴുവൻ ഈ കമ്പനിക്ക് തീരെഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. ഈ കമ്പനി അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ചുമതലക്കാരനായി ഈ കരാറിൽ ഒപ്പിട്ടയാൾ എത്ര വലിയൊരു തരികിടയായിരുന്നുവെന്ന്, യാതൊരു യോഗ്യതയും ഇല്ലാത്തയാളായിരുന്നുവെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ EMCC എന്ന് പറഞ്ഞ കമ്പനിയുമായി സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ EMCC ഇൻ്റർനാഷണലിന് വേണ്ടി ഒപ്പിട്ടിട്ടുള്ളത് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഷിജു മെത്രാട്ടയിൽ വർഗീസ് എന്ന് പറയുന്ന ആളാണ് EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായി ഈ കരാറും ഇതെല്ലാം ഒപ്പിട്ടിട്ടുള്ളത്. ഈ ഷിജു വർഗീസ് മെത്രാട്ടയിൽ എന്ന് പറയുന്നയാൾ EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രസിഡൻ്റ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ EMCC ഗ്ലോബൽ കൺസോർഷ്യവും EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച കൺസെപ്റ്റ് നോട്ടിൽ ഈ ഷിജു വർഗീസ് മെത്രാട്ടയിൽ എന്ന് പറയുന്ന പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കണം. അവർ കൊടുത്ത ഈ സമീപന രേഖയിൽ, ആ രേഖയിൽ പറയുന്നത്, ഷിജു ഈസ് ദ ഫൗണ്ടർ ഓഫ് EMCC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. EMCC is a multiple service engineering, contracting and project management company with international trading operations and development. എന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലത്തിൽ തന്നെ പല മേഖലകളിലും സർവീസ് എഞ്ചിനീയറിങ്, കോൺട്രാക്റ്റിങ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ഷിജു started his career over 2 decades ago with international experience in Dubai, India and United States. അമേരിക്കയിലും ദുബായിലും ഇന്ത്യയിലുമൊക്കെ തന്നെ അന്തർദേശീയമായിട്ടുള്ള പരിചയമുള്ള ഷിജു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. EMCC is focused on promoting international trade, real estate development, engineering, project management, consulting. ഈ മേഖലയിലൊക്കെയാണ് EMCCയുടെ പ്രവർത്തനങ്ങളുള്ളത്. ഈ ഷിബു വർഗീസ് മെത്രാട്ടയിൽ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്കുള്ള പ്രത്യേകമായിട്ടുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫ ദുബായ് UAE, ദുബായ് മാൾ ദുബായ്, ഓൾഡ് ടൗൺ ഹെറിറ്റേജ് സിറ്റി, ഇതിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയമുണ്ട് എന്നും ഈ EMCC ഗ്ലോബൽ കൺസോർഷ്യവും EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള സമീപന രേഖയിൽ പറയുന്നു.
അദ്ദേഹമാണ് ഇ.പി. ജയരാജന് ഫെബ്രുവരി 1, 2021 അയച്ചിട്ടുള്ള ഒരു കത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. സർക്കാരുമായി MOUയിൽ ഏർപ്പെട്ടിട്ടുള്ളതും ഈ ഷിജു മെത്രാട്ടയിൽ വർഗീസ് ആണ്. ഇനിയാണ് ഇദ്ദേഹം ആരാണ് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത്. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഈ ഷിജു വർഗീസും ഷിബു വർഗീസും അനിയനായിട്ടുള്ള ഷിബു വർഗീസും അവർ 2 സഹോദരങ്ങളാണ്. അവർ കൊച്ചിയിലെ വൈപ്പിൻ അയ്യമ്പള്ളി സ്വദേശികളാണ്. ഈ ഷിജു വർഗീസ് എന്ന് പറഞ്ഞ ആൾ നല്ല തോതിലൊരു തരികിടയായിരുന്നു എന്നാണ് വിവരം കിട്ടുന്നത്. കുറച്ചുനാൾ അദ്ദേഹം ഗൾഫിലോ മറ്റോ ആയിരുന്നു. അദ്ദേഹം വളരെ തരികിടയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് വിവരം കിട്ടുന്നത്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ഒളിച്ചോടി ബോംബെയിലായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. ആ തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹം ഗൾഫിൽ പോയത്രേ. അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കിയത്രേ. ഇതാണ് നമുക്ക് കിട്ടുന്ന വിവരം. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ പോയി ഒരു നേഴ്സിനെ വിവാഹം കഴിച്ചു. ആദ്യത്തെ ഭാര്യ മരിച്ചു. പിന്നീട് അമേരിക്കയിൽ പോയി വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അതും ഈ പറഞ്ഞതുപോലെ വിവാഹമോചനം നേടി. അദ്ദേഹത്തിൻ്റെ പിതാവ് LICയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഈ ഷിജു വർഗീസിന് LICയിൽ ജോലി ലഭിച്ചു എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നു. അവിടുന്ന് മദ്യപാനം മൂലം ജോലിക്ക് പോകാതെ വന്നതിനെ തുടർന്ന് ഈ ഷിജു വർഗീസിനെ പിരിച്ചുവിട്ടു അത്രേ. എന്ന് മാത്രമല്ല, ഈ ഷിജു വർഗീസ് അമേരിക്കയിൽ പലരിൽ നിന്നും പൈസ പിരിച്ചുവെന്നും പല മലയാളികളിൽ നിന്നും പണം പിരിച്ച് വാങ്ങി മുങ്ങി നടന്നിട്ടുള്ള ആളാണെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലും ഗൾഫിലും അമേരിക്കയിലുമൊക്കെ കുറേ നാൾ ജീവിച്ച ഒരു തരികിട മനുഷ്യൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് ഒളിച്ചോടിപ്പോയി പിന്നീട് അവിടെ ഗൾഫിലും അമേരിക്കയിലുമൊക്കെ ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇപ്പോൾ EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രസിഡൻ്റ് എന്ന വ്യാജേന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായി 5000 കോടി രൂപയുടെ ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ തരികിട മനുഷ്യനുമായിട്ടാണ് ഈ പലരെയെല്ലാം വെട്ടിച്ചു തട്ടിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഈ ഷിജു വർഗീസ് മേത്രാട്ടയിൽ എന്ന് പറയുന്ന മനുഷ്യനുമായിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ ഗവൺമെൻറ് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5000 കോടി രൂപയുടെ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ വ്യവസായ മന്ത്രിയുമൊക്കെ ഏത് നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കൂ സുഹൃത്തുക്കളെ. ഇനി EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ഈ EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ലോകരാജ്യങ്ങളിലാകെ പ്രവർത്തന പരിധിയുള്ള ഈ കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്കമാലിയിലാണ്. ഈ വലിയ കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1,00,000 രൂപയാണ്. 1,00,000 രൂപ, 10 ലക്ഷം രൂപ പോലുമല്ല, 1,00,000 രൂപ. ആ 1,00,000 രൂപയുണ്ട്. അവർക്ക് പിന്നെ അതിൽ 3 ഡയറക്ടർമാരുണ്ട്. ആ ഡയറക്ടർമാരൊക്കെ തന്നെ ഇയാളുടെ ഭാര്യയൊക്കെ ആയിട്ടുള്ള ബന്ധുക്കളൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2021 ഫെബ്രുവരിയിൽ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധന മേഖല മൊത്തം തീരെഴുതുന്നതിനായി EMCC ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള ഈ കമ്പനിയുടെ പ്രസിഡന്റ് ഒരു തരികിട മനുഷ്യനായിരുന്നുവെന്നും ഈ കമ്പനി തന്നെ ഒരു വലിയ തട്ടിപ്പ് കമ്പനി ആയിരുന്നുവെന്നും ഈ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വെറും 1,00,000 രൂപ മാത്രമായിരുന്നുവെന്നും ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ളത് ഇതിൻ്റെ പ്രസിഡന്റിൻ്റെ ബന്ധുക്കളായിരുന്നുവെന്നുമാണ് ഇപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന വിവരം നമുക്ക് കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് പുറകിൽ നിന്നുകൊണ്ട്, ഈ കമ്പനിയുടെ ബിനാമികളായി നിന്നുകൊണ്ട് ഈ മന്ത്രിസഭയിൽ ഏതെങ്കിലും മന്ത്രിമാർ പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംശയമാണ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ വീഡിയോയിലൂടെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്.